ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിങ്ങിൻ്റെ പ്രോഗ്രാമിൽ സഹകരിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹ വന്ദനം. കർത്താവിൽ പ്രിയരെ, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് നേരിട്ടതായ പരീക്ഷകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാമത്തെ പരീക്ഷ കല്ലപ്പമാക്കാൻ കർത്താവിനോട് ആവശ്യപ്പെട്ടതാണ്. അത് ഞാൻ പറഞ്ഞു, ശാരീരിക തലത്തിൽ നേരിടുന്നതായ പരീക്ഷയാണ്. നമ്മുടെ ജീവിതത്തിലും ഇല്ലായ്മയുടെ, വിശപ്പിൻ്റെ, മരുഭൂമിയുടെ ഒക്കെ അവസ്ഥകളുണ്ടാകുമ്പോൾ നമ്മൾ തന്നെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ല, നന്മ പ്രവർത്തികൾ മാത്രം ചിന്തിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചു. ഇനി നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് കർത്താവ് നേരിട്ടതായ 2ാമത്തെ പരീക്ഷയെക്കുറിച്ചാണ്. 2ാമത് പിശാച് യേശുവിനെ കൂട്ടിക്കൊണ്ട് വിശുദ്ധ നഗരത്തിൽ ദേവാലയഗ്രഹത്തിൽ ചെന്ന് നിന്നിട്ട്, നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക, നിന്റെ കാല് കല്ലിൽ തട്ടാതിരിക്കത്തക്കവണ്ണം തൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചയക്കും എന്ന് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് കർത്താവിനോട് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, പിശാച് വിശുദ്ധ നഗരത്തിലും ദേവാലയഗ്രഹത്തിലും പ്രവേശിക്കുകയും പിശാചും ദൈവവചനം പറയുകയും ചെയ്യും. നമ്മുടെ ധാരണ പിശാച് ഒരിക്കലും ദൈവവചനം പറയുകയില്ല എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. പിശാച് ഇവിടെ പറഞ്ഞത് 91-ാം സങ്കീർത്തനത്തിൻ്റെ 11-12 വാക്യങ്ങളാണ്. ഇത് മാനസിക തലത്തിലുണ്ടാകുന്നതായ ഒരു വലിയ പ്രലോഭനമാണ്. എന്താണ്? ഉയരമുള്ള ദേവാലയഗ്രഹത്തിന് താഴേക്ക് ചാടിയിട്ട് കാല് കല്ലിൽ തട്ടാതെ അല്ലെങ്കിൽ നിലത്ത് തട്ടാതെ പൊങ്ങി നിൽക്കുക, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് ദൈവത്തിൽ വിശ്വസിക്കുവാനുള്ള മനുഷ്യൻ്റെ വലിയ പ്രവണതയാണ് ഈ 2ാമത്തെ പ്രലോഭനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാനസിക തലത്തിലുണ്ടാകുന്ന വലിയ ഒരു പ്രലോഭനമാണെന്ന്. അപ്പോൾ കർത്താവ് അതിന് മറുപടിയായി പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതിയിട്ടുണ്ടെന്നാണ്. പ്രിയമുള്ളവരെ, യേശുവിനെ വേണമെങ്കിൽ ദേവാലയഗ്രഹത്തിൽ നിന്ന് ചാടിയാൽ കാല് കല്ലിൽ തട്ടാതിരിക്കാൻ പറ്റും. പക്ഷേ കർത്താവ് അങ്ങനെ അവിടെ പ്രവർത്തിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 38 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഒരിക്കൽ ശാസ്ത്രി പരീശന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഗുരു, ഞങ്ങൾ വിശ്വസിക്കേണ്ടതിന് നിനക്കൊരു അടയാളം, ഒരു അത്ഭുതം കാണിച്ചു തരാമോ? കർത്താവ് ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും അന്ന് ആ പ്രദേശങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ശാസ്ത്രിമാരും പരീശന്മാരെന്നൊക്കെ പറയുന്നത് തീർത്തും യഹൂദന്മാരാണല്ലോ. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വിശ്വസിക്കുകയാണെങ്കിൽ ഒരു അടയാളം ചെയ്ത് കാണിക്കാമോ? യേശു അവരോട് പറഞ്ഞ മറുപടി, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോനാപ്രവാചകൻ്റെ അടയാളമല്ലാതെ മറ്റൊരു അടയാളം നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് യേശുവിൽ വിശ്വസിക്കുവാൻ വേണ്ടി യഹോവയായ ദൈവം കൊടുത്ത അടയാളം യോനയുടെ സംഭവമാണ്. നമുക്കറിയാം, നിനുവായിലേക്ക് പോകാൻ ദൈവം കൽപ്പിച്ചപ്പോൾ അവിടേക്ക് പോകാതെ തർശീസിലേക്ക് കപ്പൽ കയറിയവനായ യോന പിന്നെ കടലിൽ എറിയപ്പെടുന്നതും മത്സ്യം വിഴുങ്ങുന്നതും 3-ാം ദിവസം അവനെ കരയിൽ മത്സ്യം കൊണ്ടുവന്നാക്കുന്നതും ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. യോനയുടെ അടയാളം എന്ന് പറയുന്നത്, യോന 3 രാവും 3 പകലും കടലാനയുടെ വയറ്റിലായിരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 ദിവസം
ഭൂമിക്കുള്ളിലായിരിക്കുമെന്നും യോന എപ്രകാരം അത്ഭുതകരമായി അവിടെ നിന്ന് പുറത്തു വന്നുവോ ആയതുപോലെ മനുഷ്യപുത്രൻ്റെ പുനരുദ്ധാനം സംഭവിക്കുമെന്നും യേശു അവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിനും പുനരുദ്ധാനത്തിനും നിഴലായ പഴയ നിയമത്തിൽ നടന്ന സംഭവമാണത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് എന്നിൽ വിശ്വസിക്കാനുള്ള അടയാളം അത് മാത്രം മതി. അതല്ലാതെ മറ്റൊരടയാളം നിങ്ങൾ അന്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ ദോഷവും വ്യഭിചാരവുമുള്ള തലമുറയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ക്രൈസ്തവരായ നമുക്ക് യേശുവിൽ വിശ്വസിക്കുവാനുള്ള അടയാളം ഇതുതന്നെയാണ്. യോനയുടെ സംഭവത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിൽ ക്രൂശ് എന്ന് പറയുന്നത്. കർത്താവിൻ്റെ പീഡാനുഭവം, കുരിശുമരണം, പുനരുത്ഥാനം ഇവയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ വിശുദ്ധ ശ്ലീബായിലൂടെയാണ്. അതുകൊണ്ടാണ് സഭ പാടുന്നത്, ശ്ലീബ ശുഭചിഹ്നന്തൻ ശ്ലീബ വിജയക്കൊടിതൻ ശ്ലീബ നമ്മെ രക്ഷിച്ചിടും ശ്ലീബായിൽ നാം പോഴുന്നു അഭിമാനം കൊള്ളുന്നുവെന്ന്. ഇന്നും ഈ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ പലയിടത്തും നടക്കുമ്പോൾ അത് കാണാനും അത് കണ്ടിട്ട് കർത്താവിൽ വിശ്വസിക്കുവാനും നമ്മൾ ഒരുങ്ങുന്നവരാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു അത്ഭുതമോ അടയാളമോ കണ്ടിട്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞാൽ നമ്മളും ദോഷവും വ്യഭിചാരവുമുള്ള തലമുറയായി മാറും. കാരണം കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തത് ജാതികൾ കണ്ട് വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ വിചാരിക്കുക, ഒന്ന് വിചാരിക്കുക, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ അറിയുകയും അംഗീകരിക്കുകയും ചെയ്തതിൻ്റെ മാനദണ്ഡം എന്താണ്? എൻ്റെ അപ്പൻ ചെയ്ത വീരപ്രവൃത്തികളൊക്കെ കണ്ട് ഇതെൻ്റെ അപ്പനാകാൻ കൊള്ളാവുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ഇന്നു മുതൽ ഈ ആളെ ഞാൻ എൻ്റെ അപ്പനായി സ്വീകരിക്കുന്നുവെന്ന് പറഞ്ഞാണോ ഞാൻ എൻ്റെ അപ്പനെ എൻ്റെ അപ്പൻ എൻ്റെ അപ്പനായത്? അല്ലെങ്കിൽ അയൽപ്പക്കക്കാരൻ എൻ്റെ അപ്പനെക്കുറിച്ച് നല്ല സാക്ഷ്യം പറഞ്ഞു, നല്ല മനുഷ്യനാണ്, അതുകൊണ്ട് ആ നല്ല മനുഷ്യനെ എൻ്റെ അപ്പനാക്കുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ടാണോ ഞാൻ എൻ്റെ അപ്പനെ എൻ്റെ അപ്പനാക്കിയത്? അപ്പം അപ്പൻ ചെയ്ത വീരപ്രവർത്തികളോ മറ്റുള്ളവരുടെ സാക്ഷ്യമോ കേട്ടിട്ടാണോ നാം നമ്മുടെ മാതാപിതാക്കളെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്? ഒരിക്കലുമല്ല. വൈകാരിക ബന്ധത്തിൽ നിന്നാണ്. ഞാൻ എൻ്റെ അപ്പനിൽ നിന്ന് ജനിച്ചവനാണ്. എൻ്റെ അപ്പൻ്റെ സ്നേഹവും കരുതലും സംരക്ഷണവും ദിവസവും ഞാൻ അനുഭവിച്ചറിയുന്നവനാണ്. ആ വൈകാരിക ബന്ധത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ അപ്പനെ അറിയുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടത്. ആയതുപോലെ ശൈശവ പ്രായം മുതൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് നമ്മെ സംയോജിപ്പിച്ച് അവൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നത് നാം കർത്താവിനെ അറിയുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടത് ഏതെങ്കിലും അത്ഭുതങ്ങളോ അടയാളങ്ങളോ കണ്ടതുകൊണ്ടല്ല, യേശുക്രിസ്തുവുമായുള്ള വലിയ വൈകാരിക ബന്ധത്തിൽ നിന്ന് വേണം. എന്നാൽ ജാതികൾ വിശ്വസിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ സുറിയാനി സഭ അത്ഭുതങ്ങളോ അടയാളങ്ങൾക്കോ കൂടുതൽ പ്രാധാന്യം ഒരിക്കലും ഇത് നൽകുന്നില്ല. കാരണം ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളെ മാത്രം അത്ഭുതമോ അടയാളവുമായി സഭ കാണുന്നില്ല. ഒരു വിശ്വാസിയുടെ ജീവിതം മുഴുവൻ അത്ഭുതമാണ്, അടയാളമാണ്. ഇന്നലെ രാത്രി കിടന്നുറങ്ങിയ ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ എഴുന്നേറ്റെങ്കിൽ അതൊരു അത്ഭുതമാണ്. പുറത്തേക്ക് പോകുന്ന എൻ്റെ ശ്വാസം വീണ്ടും ഉള്ളിലേക്ക് എനിക്ക് ശ്വസിക്കാൻ സാധിക്കുന്നെങ്കിൽ അത് ഒരു വലിയ അത്ഭുതമാണ്. അല്ലെങ്കിൽ ഉറക്കമാകുന്ന മരണത്തിൽ നിന്ന് ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേൽക്കാൻ സാധിച്ചെങ്കിൽ അതും അത്ഭുതമാണ്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും അത്ഭുതമായി നമ്മൾ കാണുന്നതിൽ ഒറ്റപ്പെട്ട സംഭവത്തെ മാത്രം അത്ഭുതമായി കാണുന്നില്ല. അപ്പം അതുകൊണ്ടാണ് സുറിയാനി സഭ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തനമാണെന്നുള്ള ഒരു വലിയ ബോധ്യത്തോടു കൂടിയാണ് അതിനെ നമ്മൾ സ്വീകരിക്കുക. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ആ മറുപടി നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. ദൈവത്തെ നമ്മൾ ഒരിക്കലും പരീക്ഷിച്ച് വിശ്വസിക്കാൻ വേണ്ടി നമ്മളെ തുനിയാൻ പാടില്ല. യേശുക്രിസ്തു അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവരാണ് നാം. അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം യേശുവിനെ നമുക്ക് ഉൾക്കൊള്ളുവാൻ. പ്രിയമുള്ളവരെ,
നമുക്കറിയാമല്ലോ, അപ്പസ്തോലിക സഭകളെ സംബന്ധിച്ചിടത്തോളം ഇതാ നമ്മുടെ കർത്താവിൻ്റെ ആ വലിയ നൽവരം ലഭിച്ചതായ ഒരു സഭയാണിത്. കർത്താവ് സ്നേഹന്മാരെയാണ് അയച്ചത്. എൻ്റെ പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് ചെയ്തതൊക്കെയും ചെയ്യാനുള്ള അധികാരം കർത്താവ് നൽകിയത് സ്നേഹന്മാർക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കള്ളപ്രവാചകന്മാരെ കുറിച്ചൊക്കെ കർത്താവ് അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ആ നാളിൽ കർത്താവിൻ്റെ മഹത്വ പ്രതിഷ്ഠയുടേതായ ദിവസം വരുമ്പോൾ പലരും വന്ന് കർത്താവിൻ്റെ അടുത്ത് വന്ന് പറയും, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, വീര്യപ്രവൃത്തികളെ ചെയ്തു എന്ന് പറയും. അന്ന് ഞാൻ അവരോട് തീർത്തു പറയും, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുകയെന്ന് ഞാൻ തീർത്തു പറയും. കർത്താവിൻ്റെ നാമത്തിൽ വീര്യപ്രവൃത്തികളെ ചെയ്തതും അത്ഭുതങ്ങളെ ചെയ്തതും പ്രവചിച്ചതും ഒക്കെ തെറ്റാണോ? ഒരിക്കലുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയുന്നത്? കർത്താവ് അവരെ വിളിച്ചിട്ടില്ല, തിരഞ്ഞെടുത്തിട്ടില്ല, അയച്ചിട്ടില്ല. കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി കൊണ്ട് വീര്യപ്രവൃത്തികളൊക്കെ നടന്നിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ സമരിയ സ്ത്രീയോട് യേശു പറയുന്നുണ്ട്. സമരിയ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ യഹൂദന്മാർ ദൈവം ഈ മലയിലും ഞങ്ങൾ സമരിയിൽ പറയുന്ന ദൈവം ആ മലയിലുമാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ദൈവം ഒരു മലയിലിരിക്കുന്നവൻ ദൈവം ആത്മാവാണ്. ദൈവത്തെ ആരാധിക്കുന്നവൻ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. എന്നിട്ട് കർത്താവ് ഒരു കാര്യം കൂടി ആ സമരിയ സ്ത്രീയോട് പറയുന്നുണ്ട്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. ആരായാലും സമരിയിൽ നമുക്കറിയാം, ബാബേൽ പ്രവാസത്തിൽ യഹൂദജനം പോയപ്പോൾ പിടിക്കപ്പെടാതെ ജെറുസലേമിൽ തങ്ങിയവരാണ്. ആ പിടിക്കപ്പെടാതെ തങ്ങിയവർ മറ്റ് ജാതികളുമായി വിവാഹബന്ധത്തിലൊക്കെ ഏർപ്പെട്ട് തങ്ങളുടെ സത്യവിശ്വാസത്തെ പകുതി ജാതീയമാക്കി മാറ്റി അവർ അതിനെ വികലമാക്കി. എന്നാൽ പ്രവാസത്തിൽ പോയതായ ഇസ്രായേൽ ജനം ആ പ്രവാസത്തിലും ഇരുന്നു കൊണ്ട് ഒരിക്കലും സത്യവിശ്വാസത്തെ, ദൈവത്തെ അവർ മറന്നില്ല. 137-ാം സങ്കീർത്തനം അതാണല്ലോ, ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്ന് യെരൂശലേമിനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. യെരൂശലേമേ, നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ വലങ്കയെ ഞാൻ മറക്കട്ടെ. എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ ഉപരി ഞാൻ നിന്നെ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവണ്ണാക്കോട് പറ്റിപ്പോകട്ടെ. അവർ സ്വയം അവിടെ ശപിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അത്രമാത്രം തീക്ഷ്ണതയോടെ അവർ അവരുടെ സത്യവിശ്വാസം കൈവിടാതെ അവിടെ ആ പ്രവാസത്തിലും അവർ ജീവിച്ചു എന്നുള്ളതാണ്. 50 വർഷങ്ങൾക്ക് ശേഷം ആ ജനം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന്, അടിമത്തിൽ നിന്ന് മടങ്ങി വന്ന് തകർക്കപ്പെട്ട യെരൂശലേം ദേവാലയം പുതുക്കി പണിയാൻ ആരംഭിച്ചപ്പോൾ പിടിക്കപ്പെടാതെ ഇവിടെ ജാതികളുമായി ഇടകലർന്ന് ജീവിക്കുന്ന യഹൂദന്മാരും പറഞ്ഞു, നമ്മൾ പണ്ട് ഒന്നായിരുന്നു, നമുക്കൊന്നിച്ച് ദേവാലയം പണിയാം. എന്നാൽ പ്രവാസത്തിന് മടങ്ങി വന്ന ഇസ്രായേൽ ജനം അതിനെ അനുവദിച്ചില്ല. അവർ തനിയെ യെരൂശലേം ദേവാലയം പണിതു. അതിൻ്റെ വാശിക്ക് ഇവരെന്ത് ചെയ്തു? അതിന് ഓപ്പോസിറ്റ് മല ഗെരിസീൻ, അവിടെ ഒരു ദേവാലയം പണിതു. ഒരു ബദൽ സംവിധാനം അവിടെ ഉണ്ടാക്കി. അതായത് യെരൂശലേം ദേവാലയത്തിൽ മണിയടിക്കുമ്പോൾ ഗെരിസീനിലെ ദേവാലയത്തിൽ മണിയടിക്കും. യെരൂശലേം ദേവാലയത്തിൽ യാഗമർപ്പിക്കുമ്പോൾ ഗെരിസീനിലും യാഗം നടക്കും. യെരൂശലേം ദേവാലയത്തിൽ പെരുന്നാൾ നടക്കുമ്പോൾ ഗെരിസീനിലും പെരുന്നാൾ നടത്തും. യെരൂശലേം ദേവാലയത്തിൽ കരപൂർണം ചെയ്ത് പുരോഹിതന്മാരെ വാഴിക്കുമ്പോൾ ഗെരിസീനിലും അങ്ങനെ ചെയ്യും. ബദൽ സംവിധാനം ചെയ്തു. അതുകൊണ്ടാണ് ആ സ്ത്രീ പറഞ്ഞത്, നിങ്ങൾ പറയുന്ന ദൈവം ഈ മലയിലാണ്, ഞങ്ങൾ പറയുന്ന ദൈവം ആ മലയിലാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. പ്രിയമുള്ളവരെ, ബദൽ സംവിധാനം ആർക്കും ലോകത്തുണ്ടാക്കാം. ബദൽ സംവിധാനം ഒരിക്കലും ദൈവികമല്ല. കർത്താവ് സ്ത്രീഹന്മാരോടാണ് പറഞ്ഞത്, എൻ്റെ പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നുവെന്ന്. അപ്പോൾ അവരെയാണ് കർത്താവെല്ലാം ഫലമേൽപ്പിച്ചത്. അവരാൽ വിളിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹമാണ് നമ്മൾ അപ്പസ്തോലിക സഭയിലുള്ളതായ അംഗങ്ങൾ. അപ്പം അതുകൊണ്ട്
നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, അത്ഭുതങ്ങളോ അടയാളങ്ങളോ കണ്ടിട്ടല്ല നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത്. അത് കണ്ടിട്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവമായ കർത്താവിനെ നമ്മൾ പരീക്ഷിക്കുകയാണ്. ഇത് മാനസിക തലത്തിലുള്ളതായ വലിയൊരു പ്രലോഭനമായി നമ്മളിതിനെ കാണേണ്ടതാണ്. അതുകൊണ്ട് കർത്താവ് ശൈശവ പ്രായത്തിലെ സഭയിൽ അംഗമാകാൻ നമ്മെ വിളിച്ചെങ്കിൽ, നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിൽ, ആ വൈകാരിക ബന്ധത്തിൽ എല്ലാ ആഴ്ചയിലും എല്ലാ കുർബാനകളും തിരുശരീരക്തങ്ങളെ നമ്മൾ അനുഭവിക്കുന്നവരാണ്. അവനെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ച് ആരാധിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. ആ ഒരു വലിയ അനുഭവത്തോടെ കർത്താവിനെ ഉൾക്കൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായിട്ട് തീരട്ടെ. ഇനി അവസാനത്തെ ഒരു പ്രലോഭനം കൂടിയുണ്ട്. അത് ആത്മീയ തലത്തിലുണ്ടാകുന്ന പ്രലോഭനമാണ്. അടുത്ത ദിവസം നമുക്കതിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. ദൈവം ഇന്ന് പകൽക്കാലം എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.